പൊട്ടാഷിൻ്റെ അഭാവം പരിഹരിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും പൊട്ടാഷ് വളങ്ങൾ ഇടണം. അതിൽ പ്രധാനമായിട്ടും ജൈവ രീതിയിൽ പൊട്ടാഷ് ഇടുക എന്നുള്ളത് നമുക്ക് ചാരവളങ്ങളാണ്. ചാരം എന്ന് പറഞ്ഞാൽ നമ്മളെ എന്തെങ്കിലും കത്തിച്ച് കിട്ടുന്ന അവശിഷ്ടം. അപ്പോൾ അത് വിശ്വസിച്ച് നമുക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിൽ തെങ്ങിൻ്റെ പട്ടയും തെങ്ങിൻ്റെ മടലും തെങ്ങിൻ്റെ ചകരിയും കത്തിച്ച് കിട്ടുന്ന ഇതിൻ്റെ അകത്ത് ഏകദേശം 12% വരെ പൊട്ടാഷ് ഉണ്ടെന്നാണ് കണക്കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ പൊട്ടാഷ് അത്യന്താപേക്ഷിതമായ ഒരു വളമാണ്. ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ അഭാവം കാണിക്കുന്നതും പൊട്ടാഷിൻ്റെ വളമാണ്. അപ്പം സാധാരണ നമ്മൾ കെമിക്കലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഏകദേശം 60% പൊട്ടാഷ് ഉണ്ട്. പിന്നെ അതേപോലെ നമുക്ക് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഉണ്ട്. അങ്ങനെ 2 പ്രധാന സോഴ്സായിട്ട് നമുക്ക് കെമിക്കലായിട്ട് യൂസ് ചെയ്യാം. അപ്പം പൊട്ടാഷ് നിർബന്ധമായിട്ടും തെങ്ങിൻ തോപ്പിൽ അത്യാവശ്യമാണ്. അതിനുള്ള ഇത് എല്ലാ കർഷകരും ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്.